എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 25-ാമത്തെ പേജിൽ നമ്മൾ ഇങ്ങനെ കണ്ടു, നിങ്ങളെല്ലാവരും വായിച്ചു കാണുമായിരിക്കും. 25-ാമത്തെ പേജിൽ 7-ാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുവാനായിട്ട് പോകുന്നത്. ഇൻ ദ എൻട്രി ടു ദിസ് പാസേജ്, അതായത് ഈ പാസേജിലേക്കുള്ള എൻട്രിയിൽ, പ്രവേശനത്തിൽ, യു വുഡ് ഹാവ് കം അക്രോസ്, നിങ്ങൾ വന്നിട്ടുണ്ടാകാം, ദ എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷൻ, എൻ മാസേ എന്നുള്ള ആ ഒരു എക്സ്പ്രഷനിൽ നിങ്ങൾ വന്നിട്ടുണ്ടാകാം. വാട്ട് ഡു യു തിങ്ക് ഇറ്റ് മീൻ, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതുകൊണ്ട് അർത്ഥം എന്ന്. ഇൻ ദ കോണ്ടെക്സ്റ്റ്, അതായത് ഈ കോണ്ടെക്സ്റ്റിൽ ഈ വാക്കുകൊണ്ട്, എൻ മാസേ എന്നുള്ള ആ വാക്കുകൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാൻ പോവുകയാണ്. ദ എക്സ്പ്രഷൻ എൻ മാസേ ഈസ് എ ഫ്രഞ്ച് ഫ്രേസ് അഡോപ്റ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്. അതായത് എൻ മസേ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് പദത്തിന്റെ കൂട്ടമാണ്. അഡോപ്റ്റഡ്, അതായത് ദത്തെടുത്തിരിക്കുന്നു. ടു ഇംഗ്ലീഷിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മീനിങ്, അതിന്റെ അർത്ഥം എന്താണ്? ഓൾ ടുഗെദർ, അല്ലെങ്കിൽ എല്ലാവരും, അല്ലെങ്കിൽ ആസ് എ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഓർ തിങ്സ് ആക്ട് ഓർ മൂവ് കളക്റ്റീവ്ലി. ഇത് എപ്പോഴാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ്, ഇത് ഉപയോഗിക്കുന്നു വെൻ, എപ്പോഴാണോ, എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകൾ, ഓർ തിങ്സ്, സാധനങ്ങൾ, ആക്ട്, അതായത് പെരുമാറുന്നു, ഓർ മൂവ്, ചലിക്കുന്നു, കളക്റ്റീവ്ലി, ഒന്നിച്ച്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ലെസൺ, ഈ പാഠത്തിന്റെ കോണ്ടെക്സ്റ്റില്, ഇറ്റ് മീൻസ്, ഇത് അർത്ഥമാക്കുന്നത്, ഇൻ സെക്കൻഡ് വേൾഡ് വാർ, അതായത് രണ്ടാം ലോകമഹായുദ്ധ സമയത്ത്, ജൂസ് വേർ കിൽഡ് ഇൻ ഗ്യാസ് ചേംബർ, യൂതന്മാർ, കിൽഡ്, കൊല്ലപ്പെട്ടു, ഇൻ ഗ്യാസ് ചേംബറിനകത്ത്, ഇൻ ആസ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പായിട്ട്, അല്ലെങ്കിൽ ഇൻ എ ലാർജ് നമ്പർ, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടമായിട്ട്, അല്ലെങ്കിൽ വലിയ ഒരു ഗ്രൂപ്പായിട്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ലെറ്റസ് റീകോൾ എന്ന ഭാഗത്തേക്കാണ്. അതായത് റീക്രിയേറ്റ്, ലെറ്റസ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്, നമുക്ക് ഓർത്തെടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത്, ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത്, വി ഹാവ് സീൻ ഹൗ സ്പിൽമാൻ ഗെയിൻ ദ സ്ട്രെങ്ത് ടു ക്യാരി ഓൺ ഇൻ സ്പൈറ്റ് ഓഫ് ദ ഹൊറേഴ്സ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. അതായത് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് സ്പിൽമാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം എങ്ങനെയാണ് ഗെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തി നേടിയെടുത്തു, അല്ലെങ്കിൽ ശക്തി നേടിയെടുത്തു. ഗെയിൻസ് ദ സ്ട്രെങ്ത്, അതായത് ശക്തി നേടിയെടുത്തു. ടു ക്യാരി ഓൺ, അതായത് മുൻപോട്ട് പോകുവാൻ. ഇൻസ്പൈറ്റ് ഓഫ് ഹൊറേഴ്സ്, അതായത് ഭീകരതയുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളുടെ മധ്യത്തിൽ, ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ, അതായത് രണ്ടാം ലോകമഹായുദ്ധം നൽകുന്ന ഭീകരതയുടെ മധ്യത്തിൽ എങ്ങനെയാണ് സ്പിൽമാൻ മുൻപോട്ട് പോകുവാനുള്ള ശക്തി നേടിയെടുത്തതെന്ന് വി ഹാവ് സീൻ, നമ്മൾ കണ്ടു. ഓക്കെ, മില്യൺസ് ഓഫ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്, ദശലക്ഷക്കണക്കിന് ആളുകൾ ലോകം മുഴുവനും, സഫർ, സഹിക്കുന്നു, ദ ടെറേഴ്സ് ഓഫ് വാർ, അതായത് ആ യുദ്ധത്തിന്റെ ടെറർ, ഭീകരത. വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം, ടെറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരത. ഓക്കെ, ആൻഡ് അതർ കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ മറ്റ് കോൺഫ്ലിക്റ്റുകള്, യുദ്ധങ്ങള്, അല്ലെങ്കിൽ സംഘടനകള്. ഈവൻ ടുഡേ എന്ന് വെച്ചാൽ ഇന്നും. ലെറ്റസ് ക്രിയേറ്റ് എ വാൾ ഓഫ് ഹോപ്പ്, നമുക്ക് ഒരു വാൾ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു രീതിയിലുള്ള പ്രദർശനമാണ്. ഒരു ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്ന കുറെ സെന്റൻസുകളും പടങ്ങളും ഒക്കെ കൂട്ടിയായിട്ടുള്ള ഒരു വാൾ ഓഫ് ഹോപ്പ് എഴുതി വെക്കുന്നതിനെയാണ് വാൾ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേ, അതൊന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഫീച്ചറിങ് പിക്ചേഴ്സ്, അതായത് പിക്ചറോട് കൂടിയത്. കോഡ്സ് ആൻഡ് സജഷൻസ് ടു ഹെൽപ്പ് ദ വേൾഡ് എൻഡ് വാർ ഫോർ ഓൾ ടൈം. അപ്പൊ അതെങ്ങനെയാണ്? കോഡ്സ് എഴുതിക്കൊണ്ട്, ആൻഡ് സജസ്റ്റിംഗ്, അതായത് അതിനോട് നമ്മൾ ഉപദേശിക്കുന്ന രീതി. ടു ഹെൽപ്പ് ദ വേൾഡ്, ആ ലോകത്തിനെ സഹായിക്കുക. എൻഡ് വാർ ഫോർ ഓൾ ടൈം, യുദ്ധം എല്ലാ സമയത്തേക്കും വേണ്ടി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന്. ഓക്കെ,
ആദ്യമായിട്ട് ഒരു വാളായിട്ട് ഞാനിവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ജസ്റ്റ് കൊട്ടേഷനുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിക്ചറും കൊട്ടേഷനും കൂടിയുണ്ട്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത്, വാർ ഡസ് നോട്ട് ഡിറ്റർമൈൻ ഹൂ ഈസ് റൈറ്റ്, ഒൺലി ഹൂ ഈസ് ലെഫ്റ്റ്. അതായത് യുദ്ധം ഒരിക്കലും തീരുമാനിക്കില്ല ആരായിരുന്നു ശരിയെന്ന്. പക്ഷെ യുദ്ധം തീരുമാനിക്കുന്നത് എന്താണ്? ആരാണ് ബാക്കിയുള്ളത് എന്നാണ്. ഓക്കെ. ബ്രട്ടൺ റസൽ എന്ന് പറയുന്ന ഒരു തത്വചിന്തകന്റെ വാക്കുകളാണിത്. ഐ ആം ഫെഡ് അപ്പ് ടു ദ ഇയേഴ്സ് വിത്ത് ഓൾഡ് മെൻ ഡ്രീമിങ് അപ്പ് വാർസ് ഫോർ യങ് മാൻ ടു ഡൈ ഇൻ. അതായത് ഞാൻ മടുത്തു, എന്താണ് ഈ പ്രായമായ ആളുകൾ ഡ്രീമിങ്, സ്വപ്നം കാണുന്നത് എന്തിന്? വാറിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി. കാരണം എന്താണ് അത് ചെയ്യാൻ പോകുന്നത്? യങ് മാൻ, അതായത് യുവാക്കൾക്ക് ഡൈ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യുവാൻ പോകുന്നത്. ഓക്കെ. അത് എഴുതിയിരിക്കുന്ന ജോർജ് മാക്ഗോവൻ എന്ന ഒരു ചിന്തകനാണ്. മൂന്നാമതായിട്ട്, യു കനോട്ട് ഷെയ്ക്ക് ഹാൻഡ്സ് വിത്ത് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യു കനോട്ട് ഷെയ്ക്ക്, നിങ്ങൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല വിത്ത് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. ക്ലഞ്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അമർത്തി പിടിച്ചിരിക്കുന്ന ആ കൈകൾ, അതായത് തുറക്കാത്ത പിടിച്ചിരിക്കുന്ന മുഷ്ടി ഉണ്ടല്ലോ, ചുരുട്ടി പിടിച്ചിരിക്കുന്ന മുഷ്ടിയിലേക്ക് നമുക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന്. അതായത് നമുക്ക് യുദ്ധം വേണ്ടാതിരിക്കണമെങ്കിൽ നമ്മൾ തുറക്കാതെ ഇരിക്കരുത്, തുറവിയുള്ളവരായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നാലാമത്തതായിട്ട്, പീസ് കനോട്ട് ബി കെപ്റ്റ് ബൈ ഫോഴ്സ്. അതായത് സമാധാനം നമുക്ക് ശക്തി കൊണ്ട് സൃഷ്ടിക്കുവാൻ സാധിക്കില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ബൈ അണ്ടർസ്റ്റാൻഡിങ്. ഇത് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്, അതായത് മനസ്സിലാക്കലുകളിലൂടെ, പരസ്പര സഹകരണങ്ങളിലൂടെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 5, വി വിൽ നോട്ട് ലേൺ ഹൗ ടു ലീവ് ടുഗെദർ ഇൻ പീസ് ബൈ കില്ലിങ് ഈച്ച് അതേഴ്സ് ചിൽഡ്രൻ. അതായത് നമ്മൾ ഒരിക്കലും പഠിക്കുകയില്ല എങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുന്നത് സമാധാനത്തോടെ എന്ന്. ബൈ കില്ലിങ് അതേഴ്സ് ചിൽഡ്രൻ, മറ്റുള്ളവരുടെ കുട്ടികളെ കൊന്നുകൊണ്ട് നമുക്കൊരിക്കലും പഠിക്കുവാൻ സാധിക്കില്ല എങ്ങനെയാണ് സമാധാനത്തോടെ ഒന്നിച്ച് ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത്. ഓക്കെ. ആറാമത്, വാർ ഈസ് ഓർഗനൈസ്ഡ് മർഡർ ആൻഡ് നത്തിങ് എൽസ്. വാർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ് ചെയ്ത മർഡറാണ്, കൊലപാതകമാണ്. നത്തിങ് എൽസ്, വേറെ ഒന്നും അല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കോട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഈ കോട്ടിനെ ഒരു ഹോപ്പ് ഓഫ് വാൾ പോലെ എഴുതി വാളിൽ ഒട്ടിക്കാം. ഇനി പിക്ചറോട് കൂടിയത് ഒന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ. വാൾ ഓഫ് ഹോപ്പ്, വോയിസ് ഫോർ പീസ്, അതായത് സമാധാനത്തിന് വേണ്ടിയുള്ള ശബ്ദം. ഡ്രീം ഓഫ് എ വാർ, അതായത് ഡ്രീം ഓഫ് എ വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാറിനെ ഉപേക്ഷിക്കുക. ഫ്രീ വേൾഡ്, ലോകത്തെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വാർ ഡസ് നോട്ട് ഡിറ്റർമൈൻ ഹൂ ഈസ് റൈറ്റ്, ഓൺലി ഹൂ ടു ലെഫ്റ്റ്. അതായത് നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ്, വാർ ഒരിക്കലും തീരുമാനിക്കില്ല ആരാണ് ശരിയെന്ന്, ആരാണ് ബാക്കിയുള്ളത് അവശേഷിക്കുന്നതെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. I am indulgent to the years with old men demanding wars. ഞാനിങ്ങനെ മടുത്തു. എന്തുകൊണ്ടാണ്? ഈ ഓൾഡ് മാൻ, അതായത് പ്രായമായ ആളുകൾ, ഇവിടെ ഉദ്ദേശിക്കുന്ന അധികാരികൾ വാറിന് വേണ്ടിയിട്ട് യുദ്ധത്തിനെ പ്രോത്സാഹിക്കുന്നത് കേട്ടുകൊണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ ഓരോ സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ഈ സെന്റൻസുകളുടെ എല്ലാ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഹൗ ക്യാൻ വി എൻഡ് വാർ ഫോർ എവർ, ഒരു ചോദ്യമാണ്. എന്നിട്ട് അതിനുള്ള റീസണുകൾ ഇവിടെ എഴുതിയേക്കുവാണ്. ഫെച്ച് പീസ് ഫ്രം ചൈൽഡ്ഹുഡ്, അതായത് സമാധാനം കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഉണ്ടാക്കുക. എൻഡ് ദ ആംസ് റേസ്, അതായത് ആയുധ വ്യാപാരവും ആയുധത്തിന്റെ നിർമ്മാണത്തിലുള്ള മത്സരവും ഉപേക്ഷിക്കുക. ഓക്കെ. സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി, വ്യത്യസ്തതകളെ ആസ്വദിക്കുക. എലക്ട് പീസ് ബിൽഡേഴ്സ്, അതായത് സമാധാനം ഉണ്ടാക്കുന്നവരെ നമ്മളോട് എലക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുക. സപ്പോർട്ട് റിട്യൂഗേഴ്സ് വാർ സർവൈവേഴ്സ്, അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും വാർ സർവൈവേഴ്സ്, അതായത് യുദ്ധത്തിന്റെ സർവൈവേഴ്സിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. സ്പ്രെഡ് പീസ് ഓൺലൈൻ, അതുപോലെ തന്നെ നമ്മളോട് പറയുകയാണ് സമാധാനത്തിന്റെ വാക്കുകൾ ഓൺലൈനിലൂടെ നമ്മളോട് ഉപയോഗിക്കണമെന്നാണ്
പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന്. ഹോപ്പ് ഓഫ് വാള് വാൾ ഓഫ് ഹോപ്പ് ഓൾസോ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.